Welcome to Blessing Today Morning Glory. You're all so welcome. ഇന്ന് കർത്താവ് വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഈ ദിവസം ചെയ്യാൻ പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ രാവിലെ തന്നെ ആയിരിക്കും ഇത് വാച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു സമയത്തായിരിക്കാം. ഏത് സമയത്തായാലും ഇതിനകത്ത് കർത്താവ് ചില കാര്യങ്ങൾ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. നമുക്ക് വേഗത്തിൽ ഇന്നത്തെ സ്പോൺസർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കയ്യിൽ ലഭിച്ചിട്ടുള്ള വിവരമനുസരിച്ച് നിലമ്പൂരിൽ നിന്ന് സുലേഖ, താങ്ക് യു സോ മച്ച് സുലേഖ, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓഗസ്റ്റ് 9 മകൾ ശ്രീലക്ഷ്മിയുടെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ശ്രീലക്ഷ്മി. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, മകളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹത്തിനുമായി ഞങ്ങൾ നന്ദി പറഞ്ഞ് കർത്താവെ ഇത് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പൈതലായി വളരുവാൻ, ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ്, പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. മാത്രമല്ല, നിങ്ങൾക്കും ഇതുപോലെ നമ്മുടെ ഈ മീഡിയ മിനിസ്ട്രിയിൽ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡുകളോ അല്ലെങ്കിൽ ഞായറാഴ്ചയിലുള്ള ലൈവ് ടെലികാസ്റ്റോ അല്ലെങ്കിൽ ഇതൊന്നുമില്ലാതെ തന്നെ ഒരു എമൗണ്ട് ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അതിൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ ലഭിക്കും. അതിൽ കാണുന്ന ബ്ലെസ്സിങ് ടുഡേ മിനിസ്ട്രീസ് എന്ന അതിൻ്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാം. ഇത് മാത്രമല്ല, ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. അതിൻ്റെ സ്ക്രീൻഷോട്ടോ അതിൻ്റെ റെസിപ്റ്റോ കാര്യങ്ങളോ ഫോട്ടോ എടുത്ത് ദയവായി അയച്ചു തരണം. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെല്ലാം കളക്ട് ചെയ്യാനും ബാക്കി കാര്യങ്ങൾ ചെയ്യാനും അത് മുഖാന്തരം ഇടയാകും. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചേർന്ന് എല്ലാവർക്കും ലോകം എമ്പാടും ചേർന്ന് ദൈവത്തെ ഇപ്പോൾ ആരാധിക്കാം. ഒരുമിച്ച് ഇന്നത്തെ വചന പഠനത്തിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന പോലെ സാത്താൻ്റെ വാതിലുകൾ അടയ്ക്കുക. സാത്താൻ ഏതിലൂടെയെല്ലാം നുഴഞ്ഞു കയറുവാൻ ശ്രമിക്കുമോ ആ വാതിലുകളെല്ലാം നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു 5, 6, 7 നമ്മൾ കണ്ടു കഴിഞ്ഞു. ദുശ്ചിന്ത തുടങ്ങി, ഈവിൾ ടോക്ക് തുടങ്ങി, അൺഫോർഗീവ്നെസ് തുടങ്ങി, വന്ന് പ്രൈഡ് വന്നു, റെബല്യനിലെത്തി നിൽക്കുകയാണ്. മത്സര സ്വഭാവം എല്ലാവരിലും ഒരു മത്സര സ്വഭാവം കാണും. നമ്മുടെ എല്ലാവരുടെ അകത്ത് ബേസിക്കലി നമ്മുടെ ജഡത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കാർണൽ നേച്ചറിൽ
സിൻഫുൾ നേച്ചറിൽ അത് കാണും. എന്നാൽ ബൈബിൾ പറയുന്ന ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവിൻ. ഈ റെബല്യൻ ആദ്യത്തേത് സ്റ്റാർട്ട് ചെയ്ത് ലൂസിഫർ ആണെന്ന് നമ്മൾ കണ്ടു. എന്ത് ലൂസിഫർ ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് യേശു കർത്താവ് ചെയ്തത്. ഏറ്റവും പരമാധികാരിയായ ദൈവത്തിനെതിരെ മത്സരിച്ച് അതിന് മുകളിൽ ഉയരുവാൻ, അതിനെതിരെ കൊടി പിടിക്കുവാനൊക്കെ സാത്താൻ ശ്രമിക്കുമ്പോൾ യേശു ഭൂമിയിൽ വന്ന് വളരെയധികം താഴ്മയോടുകൂടെ സൗമ്യതയോടുകൂടെ പിതാവിന് കീഴ്പ്പെട്ട് അവൻ ജീവിച്ചു. ആ മാതൃകയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത് മുഴുവനും എനിക്ക് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ചിലത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകാം. അപ്പോൾ യേശു പിതാവിന് കീഴ്പ്പെട്ട് ജീവിച്ചു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇനി ജീസസ് വാസ് ഓൾസോ സബ്മിറ്റഡ് ഹിംസെൽഫ് ടു ഹിസ് എർത്ത്ലി പാരൻസ്. ദാറ്റ് ഈസ് അമേസിങ്. യേശു ഭൂമിയിലായിരുന്ന സമയത്ത് മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ചില വചനങ്ങൾ വേഗത്തിൽ കുറിച്ച് വയ്ക്കുക. ലൂക്കോസ് 2:51. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ദിസ് ഈസ് മൈൻഡ് ബ്ലോയിങ്. ചില സാഹചര്യങ്ങളിൽ ഞാൻ ഇരുന്നിങ്ങനെ ഔസ്ട്രക്ക് എന്ന് പറയുന്ന പോലെ ഇരുന്ന് പോകുന്നൊരു സന്ദർഭമാണ്. ശരിക്കും ടെക്നിക്കലി ചിന്തിച്ചാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ പഠിച്ചതാണ്. അവിടെ പറയുന്നത് എവ്രിതിങ് ദാറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ ഹിം. എല്ലാം അവനാൽ സൃഷ്ടിക്കപ്പെട്ടു, സകലതും അവൻ മുഖാന്തരം ഉളവായി. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ തൻ്റെ മാതാപിതാക്കൾ തൻ്റെ സൃഷ്ടിയാണ്. യേശുവിൻ്റെ മാതാപിതാക്കൾ യേശുവിൻ്റെ സൃഷ്ടിയാണ്, തൻ്റെ ലോഗോസിലൂടെ സൃഷ്ടിച്ചതാണ്. പക്ഷേ നമുക്ക് മാതൃകയാകാൻ ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് ആയി മാറേണ്ടതിന്, മോഡൽ ചെയ്യേണ്ടത്, ഒരു പ്രോട്ടോടൈപ്പായി മാറുവാൻ ജീസസ് ചെയ്തത് തൻ്റെ മാതാപിതാക്കൾക്ക് അവൻ വിധേയപ്പെട്ടിരുന്നു. ലൂക്കോസ് 2-ാം അധ്യായം 41 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ജീസസ് വാസ് സീമിംഗ്ലി ഡിസൊബീഡിയൻറ്റ് ടു ഹിസ് എർത്ത്ലി പാരൻസ് ടു ബി സബ്മിസീവ് ടു ഹിസ് ഹെവൻലി ഫാദർ. ഒരു സമയത്തൊരു പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ദേവാലയത്തിൽ വെച്ച് സിറ്റുവേഷൻ അറിയാലോ. 12 വയസ്സുള്ള സമയത്ത് കൂടെ പോയില്ല, തിരിച്ച് സംഘമായി. അന്നത്തേക്ക് ഈ നസറേത്ത് നോർത്തേൺ സൈഡിലാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോഴും തീർത്ഥയാത്ര പോകുന്ന ആളുകൾ സംഘമായി പോകും. അപ്പോൾ അന്ന് നസറേത്തിൽ നിന്ന് ഒരു വലിയ സംഘം ജെറുസലേം ദേവാലയത്തിൽ വന്നിരിക്കുകയാണ്. പെരുന്നാളിന് വന്നതാണ്. പെരുന്നാളിന് വന്ന് ഒരു മൈനറാണല്ലോ, 12 വയസ്സുള്ള ആൾ എപ്പോഴും മാതാപിതാക്കളെ ഫോളോ ചെയ്യണം. പക്ഷെ ഫോളോ ചെയ്യാതെ താൻ എന്ത് ചെയ്തു? ദേവാലയത്തിലെത്തിയതോടുകൂടി തൻ്റെ ഇമ്പോർട്ടൻസ് പെട്ടെന്ന് മാറി. തൻ്റെ പിതാവിൻ്റെ ഭവനം എന്ന രീതിയിൽ കണ്ട് അതിൽ അവിടെയുള്ള ഡോക്ടറേറ്റൊക്കെ ഉള്ള വലിയ ആളുകളുമായിട്ട് തർക്കിച്ചിരിക്കുന്നതും 2-3 ദിവസം കഴിഞ്ഞാണ് അവർ പോയി കൂട്ടത്തിൽ അവർ മാത്രമുള്ളെങ്കിൽ ഓക്കെ, കൂട്ടത്തിൽ യേശു ഇല്ല എന്ന് കണ്ടിട്ട് അവർ തിരിച്ചു പോകും. അപ്പോഴേക്കും 3 ദിവസം എത്തുമ്പോൾ കാണുന്നത് ഈ പറഞ്ഞ പോലെ വലിയൊരു ഡിബേറ്റിലിരിക്കുകയാണ്. ഉടനെ അവർ ചോദിച്ചത്, നീ ഞങ്ങളോട് ചെയ്തത് എന്ത് എന്ന് വെച്ചാൽ, വി ആർ പാരൻസ്, വി ആർ യുവർ കസ്റ്റോഡിയൻസ്. എന്താ ചെയ്തത് ചോദിച്ചപ്പോൾ അവൻ എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇരിക്കേണ്ടതല്ലയോ? അപ്പോൾ അവിടെ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. എന്തുകൊണ്ട്? ദർ വാസ് എ ഹയർ അതോറിറ്റി ഓവർ ഹിം. അത് ഇന്നും ആപ്ലിക്കബിളാണ്. ഞാൻ നെഹമായോട് പറയുവാണ്, എന്തെങ്കിലും മോറലി ഗുഡ് അല്ലാത്ത, സ്പിരിച്വലി റോങ് ആയ, ബൈബിളിൽ പറയാത്തൊരു കാര്യം, ദൈവത്തിനെതിരായുള്ളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നെഹമായ അനുസരിക്കേണ്ട ആവശ്യമുണ്ടോ? നോ. കാരണം എന്താ? ഹയർ അതോറിറ്റി ദൈവമാണ്. അവൻ്റെ ഫാദറിനേക്കാൾ ഹയർ അതോറിറ്റിയാണ് ഹെവൻലി ഫാദർ. അതനുസരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ വചനത്തിന് നിരക്കുന്ന അല്ലെങ്കിൽ മോറലി സൗണ്ടായ, സ്പിരിച്വലി സൗണ്ടായ ഏത് കാര്യവും നെഹമായ അനുസരിച്ചിരിക്കണം. ഇതാണ് ഡിഫറൻസ്. ഇതാണ് യേശു അവിടെ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ. അടുത്തത്, ജീസസ് വാസ് സബ്മിറ്റഡ് ടു ദി. ഞാനിതൊക്കെ പറയുമ്പോഴേ മക്കളെ എല്ലാ ആൺകുഞ്ഞുങ്ങളോടും എല്ലാ പെൺകുഞ്ഞുങ്ങളോടും യുവതീവാക്കന്മാരോടും എല്ലാം പറയുവാണ്, നിങ്ങളുടെ പാരൻസിന് നിങ്ങൾ എന്തായിരിക്കണം? സബ്മിസീവായിരിക്കണം. അവർ പറയുന്നത് പോലെ ചില സമയത്ത് പറ്റുന്നത്, കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് പാരൻസിന്
ഒത്തിരി ഡിപ്പെൻഡൻ്റാണ്, അനുസരിക്കുകയും ചെയ്യുക, അങ്ങനെയൊക്കെ ഡിപ്പെൻഡൻ്റ്. എന്നാൽ സ്കൂളിൽ, ഹൈസ്കൂളിലെത്തുമ്പോൾ, കോളേജിലെത്തുമ്പോൾ, യൂണിവേഴ്സിറ്റിയിലെത്തുമ്പോൾ, കുറച്ചുകൂടി വലുതാകുന്ന സമയത്ത് ഇൻഡിപെൻഡൻറ്റ് നേച്ചർ കാണിച്ച് അവരെക്കാൾ ഇമ്പോർട്ടൻസ് കൂട്ടുകാർ കൊടുക്കുന്ന ഒരു രീതി സാധാരണ കുട്ടികളിൽ കാണാം. ദിസ് ഈസ് റോങ് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഇനി യേശു ചെയ്തത്, ജീസസ് വാസ് സബ്മിറ്റഡ് ടു ദി അനോയിൻറ്റഡ് മെൻ ഓഫ് ഗോഡ്. ദൈവദാസന്മാർക്ക് യേശു കീഴ്പ്പെട്ടിരുന്നതായി കാണാം. ഭയങ്കരമല്ലേ? മാത്യു 3:13-15 ഒക്കെ വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 3-ാം അധ്യായം 13, 14, 15 ഒക്കെ വായിക്കുമ്പോൾ, താൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് പോലുമില്ല, ആ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ പോവുകയാണ്. ആ സമയത്ത് യോഹന്നാൻ സ്നാപകൻ്റെ കൈക്കീഴിൽ താൻ സ്നാനമേറ്റു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 6 മാസം മൂത്തതാണ്, കസിൻ ബ്രദറാണ്, നാട്ടുകാരാണ്, ബന്ധുക്കളാണ്. അതൊന്നും അവൻ നോക്കിയില്ല. ദൈവം അഭിഷേകം ചെയ്തു. എന്തിനു വേണ്ടി? അവന് വഴിയൊരുക്കുക. ദൈവത്താലുള്ള അഭിഷേകം, പരിശുദ്ധാത്മാവ് തൻ്റെ മേലുണ്ട്. താൻ സബ്മിറ്റഡായിട്ട് ആ കൈ കീഴിൽ സ്നാനപ്പെട്ടു. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മാതാപിതാക്കൾക്ക് അനുസരിച്ചപ്പോൾ സൃഷ്ടികളെ, തൻ്റെ സ്വന്തം സൃഷ്ടികളെയാണ് അനുസരിച്ചത്. ഇൻ ദ സെയിം വേ ഇവിടെ കർത്താവ് തൻ്റെ സൃഷ്ടിയായ സ്നാപയോഹന്നാൻ്റെ കൈ കീഴ് എന്ന് വെച്ചാൽ അവിടെ ഒരു സബ്മിഷൻ കാണാം. ദിസ് ഇസ് അമേസിങ്. അടുത്തത് അവിടെയാണ് ദ ക്രിയേറ്റർ വാസ് സബ്മിറ്റഡ് ടു എ ക്രിയേഷൻ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അമേസിങ് സബ്മിഷൻ. ഒരാവശ്യമില്ല, പക്ഷേ അവൻ സബ്മിറ്റഡ് ആയി. വേറൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം, യോഹന്നാൻ സ്നാപകന് മാത്രമാണോ? നോ. ഈ 30 വയസ്സ് വരെ താൻ സിനഗോഗുകളിൽ, ഇവിടെ പറയുന്നുണ്ട്, പതിവായി അവൻ പള്ളിയിൽ സിനഗോഗിൽ പോകുമായിരുന്നു, സാബത്തിലെങ്കിലും. ആ സമയത്ത് അവിടെയുള്ള റബായ്, ആ സിനഗോഗിൻ്റെ സ്പിരിച്വൽ ലീഡർ ആരാണോ അയാൾക്ക് സബ്മിറ്റഡായി താൻ ജീവിച്ചു. അവരിൽ നിന്ന് കേട്ടുപഠിച്ചെന്നാണ് പലരും പറയുന്നത്. താൻ അവിടെ പോയി നിന്ന വചനങ്ങൾ അവരിൽ നിന്ന് കേട്ട് ഒക്കെ താൻ ഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ത്രിയേക ദൈവത്തിനകത്ത് ഇപ്പോൾ അവിടെ കാണുന്നത് പിതാവിന് പുത്രൻ സബ്മിറ്റഡ് ആയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് പുത്രന് സബ്മിറ്റഡ് ആയിട്ടിരിക്കുന്നത് കാണാം. ഒരു മ്യൂച്വൽ സബ്മിഷൻ, മ്യൂച്വൽ ഒരു ഭയങ്കരമായ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ത്രിത്വത്തിനകത്ത് നമ്മൾ കാണുന്നത്. ഇനി നമ്മളിലോട്ട് വരാൻ പോകും. ഇതിപ്പോൾ യേശുവിൻ്റെ മോഡലല്ലേ നമ്മൾ പറഞ്ഞു. നമ്മുടെ ലൈഫിലൊന്ന് ചിന്തിച്ച് നോക്കാം. എല്ലാവരും എന്നോടൊപ്പം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും എഴുതുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്രധാന കാര്യങ്ങൾ കുറിച്ച് വയ്ക്കുക, നല്ല നോട്ട്സ് എഴുതുക. അടുത്തതിലേക്ക് നമ്മൾ വരികയാണ്. ഏരിയാസ് ഓഫ് സബ്മിഷൻ അല്ലെങ്കിൽ ഏരിയാസ് ഓഫ് റെബല്യൻ, രണ്ടും കറക്റ്റാണ്. നമ്മൾ വിധേയപ്പെടേണ്ട ചില മേഖലകൾ അല്ലെങ്കിൽ മത്സര സ്വഭാവം, ധിക്കാര സ്വഭാവം കാണിക്കാതിരിക്കേണ്ട മേഖലകളാണ്. നമ്പർ 1, ഗോഡ് ടു ഗോഡ്. ദൈവത്തോട് മത്സരിക്കരുത്. പറഞ്ഞേ, ദൈവത്തോട് മത്സരിക്കരുത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവത്തോട് മത്സരിക്കരുത്. ടൈപ്പ് ചെയ്തേ, എഴുതിയേ. ഡു നോട്ട് റെബൽ അഗെയിൻസ്റ്റ് ഗോഡ്. ദൈവത്തിനെതിരെ ഒരിക്കലും മത്സരിക്കരുത്. വളരെ ക്ലിയർ ആയത് പറയുന്നൊരു ഭാഗമാണ് ജെയിംസ് ചാപ്റ്റർ 4:7. യാക്കോബിൻ്റെ ലേഖനം 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എങ്ങനെ ഇംഗ്ലീഷിൽ? Submit yourself then to God, resist the devil and he will flee from you. എത്ര ക്ലിയർ ആണെന്ന് നോക്കിയാൽ. Submit yourselves then to God. I have a direct question for you. കണ്ണിൽ നോക്കി ചോദിക്കുക, നിങ്ങൾ ദൈവത്തിന് പൂർണ്ണമായി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? കീഴടങ്ങിയിട്ടുണ്ടോ? ഫുള്ളി മീൻസ് ഫുള്ളി. ഇല്ലെങ്കിൽ ഈ മോർണിംഗ് ഗ്ലോറി തീരുന്നതിന് മുമ്പ് സമർപ്പിക്കണം, സബ്മിറ്റ് ചെയ്യണം. എപ്പോൾ സബ്മിറ്റ് ചെയ്യുന്ന ആ നിമിഷം മുതൽ ചേഞ്ച് വരാൻ പോകും. ലൈഫ് ചേഞ്ച് ചെയ്യും. കാരണം ആ വലിയ അതോറിറ്റിയുടെ കീഴിലേക്ക് തന്നെ നമ്മളെ അങ്ങ് സറണ്ടർ ചെയ്യുമ്പോൾ, സബ്മിറ്റഡ് ആകുമ്പോൾ, വളരെ പെട്ടെന്ന് ലൈഫിൽ ഭയങ്കരമായ പ്രൊട്ടക്ഷൻ, ഭയങ്കരമായ പ്രോഗ്രസ്, ഇതെല്ലാം വന്നു ചേരും. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് യുവർ സെൽസ് ദെൻ ടു ഗോഡ്. അതിനുശേഷം പറയുന്നത് റെസിസ്റ്റ് ദ ഡെവിൾ. തിരിച്ചു വന്നാലോ, മെനി പീപ്പിൾ ആർ സബ്മിറ്റഡ് ടു ദ ഡെവിൾ. പിശാചിനെ അടിയറവ് വെച്ചേക്കും. അപ്പോൾ എന്ത് ചെയ്യും? ദേ വിൽ റെബൽ അഗെയിൻസ്റ്റ് ഗോഡ്. കാരണം എന്താ?
Satan is the rebel. കൂടെ കൂടി തിരിച്ചു വരും. മറ്റൊരർത്ഥം കൂടി ഇതിനുണ്ട്. If only you submit yourselves to God, you will have the power and authority to resist the devil. അല്ലാതെ അവർ റെസിസ്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൻ പോകാൻ പോകുന്നില്ല, അവൻ തലേ കയറിയിരിക്കുള്ളൂ. അപ്പം ദൈവത്തിന് കീഴ്പ്പെട്ടാൽ, വിധേയപ്പെട്ടാൽ, സാത്താനെതിരെ എതിർത്ത് നിൽക്കുവാൻ, ചെറുത്ത് നിൽക്കുവാനുള്ള വീര്യം, ഭയങ്കരമായൊരു അധികാരം, ശക്തി നമുക്ക് ഉണ്ടായിരിക്കും. ആമേൻ. അവിടെ വേറെ കാര്യം പറഞ്ഞുകൊണ്ട്, അങ്ങനെ റെസിസ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഹി വിൽ ഫ്ലീ ഫ്രം യു. ഈ ഫ്ലീ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓടി. എങ്ങനെയാണത് പോകുന്നതെന്ന് പറഞ്ഞു, ഒന്ന് വിവരിച്ചു പറഞ്ഞ്. ഫ്ലീ എന്ന് പറഞ്ഞാൽ ഈ വാക്ക് നമുക്ക് മനസ്സിലാവും, റൺ നമുക്ക് മനസ്സിലാവും. ഫ്ലീ എന്താ? ജീവനും കൊണ്ട് ഓടിയെന്ന് അറിയില്ലേ? അവൻ പോയ വഴിയിൽ പുല്ല് മുളച്ചിട്ടില്ല എന്നൊക്കെ കഥയിൽ വായിക്കുന്ന പോലെ. ഞാനൊരെണ്ണം പറഞ്ഞിട്ട്, വാലും ചുരുട്ടിക്കൊണ്ട് ശരിക്കും അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരൊറ്റ പോക്കാണ്. കാരണം ദൈവത്തിന് കീഴ്പ്പെട്ട് പിശാചിനോട് എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. ഒരു വചനം സങ്കീർത്തനത്തിൽ രസകരമാണ്. ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകും. വായിച്ചിട്ടുണ്ടോ? ഏത് സങ്കീർത്തനാണെന്ന് എനിക്ക് അറിഞ്ഞോളൂ. ആരും ഓടിക്കുന്നില്ല, പുള്ളി ഓടുക. ഇതുപോലെയാണ് സാത്താൻ ഓടാൻ പോകുന്നത്. എപ്പോൾ? നമ്മുടെ ലൈഫിൻ്റെ എല്ലാ ഏരിയയും ദൈവത്തിന് സബ്മിറ്റഡ് ആകുമ്പോൾ ശാസിക്കുകയും ഭർഷിക്കുകയും വെട്ടുകയും കുത്തുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആള് പോയി. ആള് പോയി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. എൻ്റെ പാസ്റ്റർ, ഞാൻ ഒരു ദേവദാസിൻ്റെ കീഴിലായിരുന്നു ഒരു 10 വർഷത്തെ. അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവമാണ്. അദ്ദേഹം ഈ സിഗരറ്റ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഭയങ്കരമായിട്ട് ചെയിൻ സ്മോക്കറായിരുന്നു. സിഗരറ്റ് വലിക്കും. അതുപോലത്തെ ഒരു ലോക മനുഷ്യനായിട്ട് ജീവിച്ചൊരു മനുഷ്യനാണ്. സെക്കൻഡറാബാദിലെവിടെയോ 2 കമ്പനികൾ അദ്ദേഹം മാനേജ് ചെയ്തിരുന്നു, അദ്ദേഹത്തിൻ്റെ അങ്കിളുടെ എന്തോ. അപ്പോൾ അങ്ങനെ ഒരു ലൈഫായിരുന്നു ബിസിനസ് മാനായിട്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം രക്ഷിക്കപ്പെടുന്നത്. ഇപ്പോൾ സിഗരറ്റ്, ഡ്രിങ്ക്സ്, അങ്ങനെ ഒരു ലൈഫ്. രക്ഷിക്കപ്പെട്ടു. അദ്ദേഹം ശുശ്രൂഷയിൽ വന്നു. ഇപ്പോൾ ശുശ്രൂഷയിൽ വന്ന ശേഷം ഈ ടെംപ്റ്റേഷൻ പലപ്പോഴും തിരിച്ചു വരും കുടിക്കാൻ. നിങ്ങൾ അങ്ങനെ ഉണ്ടാകാറുണ്ടോ? വിട്ട് കളഞ്ഞത് സ്മോക്കിംഗ് നിർത്തിയതാണ്, പക്ഷെ വീണ്ടും ഒരു പ്രേരണ. ഡ്രിങ്കിങ് നിർത്തിയത് വീണ്ടും ഒരു പ്രേരണ. അങ്ങനെ വരാറുണ്ട്. അപ്പോൾ എൻ്റെ ആ ദൈവദാസൻ, എൻ്റെ മുകളിലുണ്ടായിരുന്ന ആ ദൈവദാസന്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, ഇതുപോലെ പല പ്രാവശ്യം, അത് പല രീതിയിൽ വരുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, ഉറങ്ങി കിടക്കുന്ന സമയത്തൊക്കെ ചില സമയത്ത് ഇങ്ങനെ സിഗരറ്റ് വലിച്ചിട്ട് പുക ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ പോകുന്നത് അങ്ങ് അനുഭവിക്കുന്ന പോലെ. അങ്ങനെ ഡ്രീംസ് ഇല്ലേ? എന്താ പറയുക, നമ്മൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ തോന്നും. ഉറങ്ങി എഴുന്നേക്കുന്ന സമയത്ത് മണമുള്ള പോലെ തോന്നും. അങ്ങനത്തെ റിയൽ ഡ്രീംസ് പോലത്തെ. അതിങ്ങനെ പല ആവർത്തി ഇങ്ങനെ കാണുക. കുടിക്കുന്നതും കപ്പലണ്ടിയും, നല്ല എരിവുള്ള കപ്പലണ്ടിയൊക്കെ ആയിട്ട് അന്നത്തെ പോലത്തെ അതൊക്കെ ഇങ്ങനെ ഡ്രീമിലുണ്ട്. അപ്പോൾ അദ്ദേഹം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. ശുശ്രൂഷയിലായിട്ടും ഇത് ഡ്രീം വരുമോ? പക്ഷെ അദ്ദേഹം വീണില്ല. പ്രലോഭനങ്ങൾ വന്നിട്ടും അദ്ദേഹം കുടിച്ചില്ല, കൂട്ടുവിടാൻ പോയില്ല, സിഗരറ്റ് വലിച്ചില്ല. ഒരു ദിവസം അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു കരച്ചിൽ കേട്ട് അങ്ങോട്ടൊന്നും ആരുമില്ല. പക്ഷെ സ്പിരിറ്റിൽ അദ്ദേഹത്തിന് കാണാം കുറേ ദുരാത്മാക്കൾ ഇങ്ങനെ ക്ലൗഡ് പോലെ കൂടെ നിന്നിട്ട് പറയാം, ഇനി അവനെ നമുക്ക് കിട്ടില്ല, അതുകൊണ്ട് കരയോ. എന്നിട്ട് ആ കരച്ചിലിന്റെ സൗണ്ട് ഇങ്ങനെ മാഞ്ഞ് പോയി. അതിനുശേഷം പറയുന്നത് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ആ ഡ്രീം ഉണ്ടായി. എൻ്റെ അർത്ഥം എന്താ? സബ്മിറ്റ് യുവർസെൽഫ് then to God. then അതിനുശേഷം resist the devil. ദൈവത്തിന് കീഴടങ്ങി പിശാചിനോട് എതിർത്ത് എന്നിട്ട് പറ, he will flee from you. അംബ്രോസ് പറഞ്ഞ പോലെ പുല്ല് പോലും മുളക്കില്ല ആ വഴിക്ക്. അതുപോലൊരു ഒറ്റ ഓട്ടം. ഇന്ന് എനിക്ക് പലരും മെസ്സേജ് അയക്കുന്നുണ്ട് അംബ്രോസ്, അതായത് ഈ പഴയ ഇതൊക്കെ വീണ്ടും ടെംപ്റ്റേഷൻ വരുന്നു. പഴയ ജീവിതത്തിൻ്റെ കോളേജ് ലൈഫിലെ അല്ലെങ്കിൽ പാപത്തിൽ ജീവിച്ച ആ കാലം, ഒരു വേണ്ടാത്ത ബന്ധം, ഇതൊക്കെ വീണ്ടും വരുന്നു. അതിൻ്റെ കുറിപ്പടിയാണ്, അതിൻ്റെ പ്രിസ്ക്രിപ്ഷനായി കാണുന്നത്. Submit yourselves then to God. Resist the devil. കീഴ്പ്പെട്ട് കഴുത്ത് കുനിച്ചു കൊടുക്കരുത്.
റെസിസ്റ്റ് ചെയ്യുക. ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്, ഇനഫ് ഈസ് ഇനഫ്. Yes, hallelujah. ഡിറ്റർമിനേഷൻ, ഇനഫ് ഈസ് ഇനഫ്, എനിക്ക് വേണ്ട. നോ, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. ആമേൻ. ഇനി പഴയ ലൈഫ് ഇല്ല. ഗുഡ് ബൈ പറഞ്ഞു. ഒരിക്കൽ ഗുഡ് ബൈ പറഞ്ഞത് ഗുഡ് ബൈ ആണ്. മാത്രമല്ല നായുടെ സ്വഭാവം എനിക്കില്ല. നായുടെ സ്വഭാവം ഛർദ്ദിച്ചത് വീണ്ടും എനിക്ക് വേണ്ട. ഇനി ഈ സ്വൈൻ, പിഗിൻ്റെ സ്വഭാവം എനിക്കില്ല. പന്നിയുടെ സ്വഭാവം എന്താണത്? കുളി കഴിഞ്ഞിട്ട് വീണ്ടും ചെളിയിൽ പോയി കിടന്നൂറുള്ളൂ. അതെല്ലാം ബാക്ക് സ്ലൈഡേഴ്സിൻ്റെ ലക്ഷണമാണ്. എനിക്കത് വേണ്ട. ഇപ്പം ഞാൻ പറയുന്നത്, ദുസ്വപ്നങ്ങൾ കാണുന്നത് തെറ്റല്ല, അത് ചിലപ്പോൾ സാത്താനോ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്നതായിരിക്കും. പക്ഷേ അതിന് വഴിപ്പെടരുത്. ഇന്നലെ രാത്രി സിഗരറ്റ് വലിക്കുന്നതായിട്ട് വീണ്ടും കണ്ട് ബ്രദറെ, ദൈവം കാണിച്ചതായിരിക്കും ഒരു പ്രാവശ്യം കൂടെ, ഒരു പഫ് കൂടെ. അങ്ങനെയല്ല. ദാറ്റ് ഈസ് ഫ്രം സേറ്റൻ. വേണ്ട. അങ്ങനെ വെച്ചാൽ എന്നേക്കുമായി ഈ കക്ഷി വിട്ടുപോക്കോളും. ഓൾ റൈറ്റ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദൈവത്തിന് കീഴടങ്ങണം. പറഞ്ഞേ, ദൈവത്തിന് കീഴടങ്ങണം. അപ്പോൾ ദ എൻറ്റയർ ക്രിയേഷൻ ഈസ് സബ്മിറ്റഡ് ടു ഗോഡ്. ഈ സൃഷ്ടിക്കപ്പെട്ട സകലവും ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്. അതായത് ചെറബിം, സെറഫിം, ഏഞ്ചൽസ്, all other creations, ഇതെല്ലാം ദൈവത്തിന് കീഴടങ്ങിയിരിക്കുക. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ടെക്നിക്കലുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്കൊരു ഫ്രീ വില്ലുണ്ട്. വേണമെങ്കിൽ അടങ്ങിയാൽ മതി. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ അടങ്ങിയില്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ്, അതിൻ്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ മനസ്സിലാവും, ഓൾ അതോറിറ്റി ഈസ് ഫ്രം ഗാഡ്. ദൈവത്തിൽ നിന്നാണ് സകല അധികാരങ്ങളും വരുന്നത്. നമുക്കൊരു അധികാരം ഇന്നുണ്ടെങ്കിൽ അതും ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളൊരു കമ്പനിയുടെ മാനേജറാണ്, നിങ്ങളുടെ കീഴിൽ കുറേ പേര് ജോലി ചെയ്യുന്നുണ്ട്, നിങ്ങളൊരു തൊഴിൽ സ്ഥാപനം നടത്തുന്നു, അതിനൊരു അധികാരമുണ്ട്. പക്ഷെ ആ അധികാരം വരുന്നത് എവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ്. പരമാധികാരിയിൽ നിന്നാണ് അത് വരുന്നത്. നമ്പർ 2, ഇനിയുള്ളത് കുറച്ച് സ്പീഡിൽ നമുക്ക് പോകാം. നമ്പർ 2, ഗവൺമെൻറ്റൽ അതോറിറ്റീസാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മുകളിലുള്ള സർക്കാരിൻ്റെ അധികാരം. ഇപ്പോൾ സർക്കാർ പല നിയമങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പൊതുനന്മയ്ക്കാണ്. സമൂഹത്തിൽ, സൊസൈറ്റിയിൽ, കമ്മ്യൂണിറ്റിയിൽ നല്ല രീതിയിൽ എല്ലാവരും ജീവിക്കാനാണ് ഇതൊക്കെ ഉണ്ടാക്കി. അതിനെ വയലേറ്റ് ചെയ്താൽ നമ്മൾ ഇന്ന് ചിലരുണ്ട് റെബലാണ്. അവർക്ക് ട്രാഫിക് റൂൾസ് എനിക്ക് പറ്റില്ല. എനിക്ക് ഇപ്പോൾ നമ്മുടെ ഇവിടെ ലെഫ്റ്റ് സൈഡല്ലേ, ഇപ്പോൾ റൈറ്റ് സൈഡിലൂടെ പോയി എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഓടിച്ചു നോക്കിയാൽ മതി. അധികം ഓടിക്കാൻ സാധ്യതയില്ല. കാരണം എന്താണ്? എതിരെ വരുന്ന വാഹനങ്ങൾ ഇടിക്കും. ഇത് വരാതിരിക്കാനാണ് ചില റൂൾസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബൈബിൾ പറയുന്നു അങ്ങനെയുള്ള അല്ലെങ്കിൽ സിവിൽ അതോറിറ്റീസ്, റൂളേഴ്സ്, ഇവർക്കെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? കീഴടങ്ങി. അതിൻ്റെ വചനങ്ങളൊന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 13-14, 1 പത്രോസ് 2:13-14. സകല മാനുഷിക നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ. ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവൃത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവൃത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവർ എന്ന് വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുവിൻ. അന്നത്തെ കാലത്ത് രാജാക്കന്മാരും നാടുവാഴികളുമാണുള്ളത് അല്ലേ? ഇന്ന് നമുക്ക് അങ്ങനെയല്ല. പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ തുടങ്ങി ഇങ്ങനെ വന്ന് മറ്റ് മിനിസ്റ്റേഴ്സ്, MLA-മാർ, പിന്നെ ചീഫ് മിനിസ്റ്റർ, ഗവർണർ, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഇപ്പോഴത്തെ ഡെമോക്രാറ്റിക് വേൾഡിലുള്ളത്. അന്ന് അപ്പോൾ ഇപ്പോൾ പൊതുവെ പറഞ്ഞാൽ റൂളേഴ്സ്, നമ്മുടെ മുകളിൽ സിവിൽ അതോറിറ്റീസ് ആയിട്ടുള്ളവർക്ക് നമുക്ക്, അത് ബൈബിളിലുണ്ട്. അതുകൊണ്ട് വിശ്വാസികളായാലും അവിശ്വാസികളായാലും സകലരും കീഴ്പ്പെടേണ്ടത് ആവശ്യമാണ്. ഇതോട് ചേർന്ന് ഒരു അമേസിങ് ആയിട്ടുള്ള റെവലേഷൻ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2-ലാണ്. അതിൻ്റെ തന്നെ 16-17 വായിച്ചു നോക്കാം. സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായും നടപ്പിൽ. അവിടെ എഴുതിയിരിക്കുന്നത്, live as free men, but do not use your freedom to cover as a cover up for evil. സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, നമുക്ക് എല്ലാവരും സ്വാതന്ത്ര്യം. പക്ഷെ അത് തിന്മ പ്രവർത്തിക്കുന്നതിനുള്ളൊരു കവറപ്പാക്കി മാറ്റരുത്. ലിവ് ആസ് സെർവൻസ് ഓഫ് ഗോഡ്. 17 വായിച്ചു നോക്കി. എല്ലാവരെയും ബഹുമാനിപ്പിൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ, ദൈവത്തെ ഭയപ്പെടുവിൻ, രാജാവിനെ ബഹുമാനിപ്പിൻ. അവിടെ പറയുന്നത് ഷോ പ്രോപ്പർ റെസ്പെക്ട് ടു എവ്രി വൺ. എല്ലാവർക്കും വേണ്ട രീതിയിലുള്ള ബഹുമാനം കൊടുക്കണം. ലവ് ദ ബ്രദർഹുഡ് ഓഫ് ബിലീവേഴ്സ്, ഫിയർ ഗാഡ്, ദൈവത്തെ ഭയപ്പെടണം. അതിനുശേഷം പറയുകയാണ് ഓണർ ദ കിങ്. അന്നത്തെ റൂളറാണ് ഓണർ ദ കിങ്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഞെട്ടിക്കുന്നത്. ഈ ഓണർ ദ കിങ് എന്ന് പറയുന്ന ആരാണെന്ന്?
അഗ്രിപ്പ 1. അദ്ദേഹമാണ് പത്രോസിനെ പിടിച്ച് ജയിലിട്ടത്. ഈ പത്രോസാണ് ഇത് എഴുതുന്നത്. എന്നെ പിടിച്ച് ജയിലിലിട്ട രാജാവിനെ ബഹുമാനിക്കണം. ആരെങ്കിലും പറയും? ഞാൻ പറയും. സോറി, എന്നെ പിടിച്ച് ജയിലിലിട്ട മനുഷ്യനെ നിങ്ങൾ ബഹുമാനിക്കണം. എന്താ കാരണം? ദൈവത്താലാണ് ഈ പുള്ളി എങ്ങനെ ഭരിക്കുന്നു എന്നുള്ളതല്ല. ദുർഭരണമായിരിക്കാം, ക്രിസ്ത്യാനികൾക്കെതിരെ പീഡനമായിരിക്കാം, പക്ഷേ ദൈവമാക്കി വെച്ചു എന്ന രീതിയിൽ എന്ത് ചെയ്തിരിക്കണം? ബഹുമാനിച്ചിരിക്കണം. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഈ പത്രോസ് യോഹന്നാനെയൊക്കെ പിടിച്ചിട്ട് അവർ കാരാഗൃഹത്തിലിട്ടു. അവസാനം അതും നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവരെ വിട്ടു. എങ്ങനെ വിട്ട്? അടിച്ചിട്ടാണ് വിട്ടത്. കുറേ തല്ലി അവരെ, ചൂരൽ കൊണ്ടോ ചാട്ട കൊണ്ടോ അടിച്ച് വിട്ടു. അവിടെ പുറത്തേക്ക് വരുന്ന വഴിയിൽ അതിന് പറയാനൊരു കാരണം എന്ന് വെച്ചാൽ, നിങ്ങളിനി മേലിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പാടില്ല, യേശുവിൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കാനും പാടില്ല. അപ്പോൾ ഈ നിങ്ങളുടെ ഈ സ്പിരിച്വൽ ഈ ആക്ടിവിറ്റീസൊക്കെ നിർത്തിയേക്കുക. ഇവിടെ സുവിശേഷം ഒന്നും വേണ്ട, ഈ രാജ്യത്ത് അത് വേണ്ട എന്ന് നോം കൽപ്പിക്കുന്നു. ഓക്കെ. പക്ഷെ ഉടനെ പത്രോസ് എന്താ പറഞ്ഞതെന്നറിയാമോ? പത്രോസ് ഉടനെ തിരിച്ചു പറഞ്ഞത്, ദൈവത്തെക്കാൾ അധികം മനുഷ്യനെ അനുസരിക്കണമോ? അനുസരിച്ചില്ല. അപ്പോൾ മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ സിവിൽ അതോറിറ്റീസിൻ്റെ കാര്യത്തിലും വചനവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അനുസരിക്കേണ്ട ആവശ്യമില്ല. പൊതുനന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി അനുസരിക്കാൻ പറഞ്ഞാൽ അനുസരിക്കണം. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അതുകൊണ്ട് മൊത്തം റെബലായിട്ട് നമ്മൾ ജീവിക്കാൻ പാടില്ല. എന്തെല്ലാം രാജ്യത്തിന് അനുകൂലമായി, രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് അനുസരിക്കണമോ അങ്ങനെയുള്ള അധികാരികൾക്കെല്ലാം നമ്മൾ കീഴ്പ്പെട്ടിരിക്കണമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. റോമാലേഖനം 13:1-7 വരെ വായിക്കുമ്പോഴും എവ്രി വൺ മസ്റ്റ് സബ്മിറ്റ് ഹിംസെൽഫ് ടു ദ ഗവർണിംഗ് അതോറിറ്റീസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മനുഷ്യരും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴ്പ്പെടട്ടെ. 7 വരെ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി അവിടെ എന്തിനു വേണ്ടിയാണ് അധികാരം കൊടുത്തിരിക്കുന്നതെന്നും എന്തുകൊണ്ട് കീഴ്പ്പെടണമെന്നും എല്ലാം വ്യക്തമായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ നന്നായി മനസ്സിലാക്കിയിരുന്നൊരു മനുഷ്യനായിരുന്നു മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ 8-9 വചനങ്ങൾ വായിക്കുമ്പോൾ ഒരു ശതാധിപൻ സെഞ്ചൂറിയൻ അദ്ദേഹം യേശുവിനോട് പറയും, ഞാൻ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അനുസരിക്കും, നീ കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കൻ്റെ സൗഖ്യം എന്ന് പറഞ്ഞതുപോലെ. ഓൾറൈറ്റ്, ഇത് നമുക്ക് നാളെയും തുടരേണ്ടിയിരിക്കുന്നു. ഇന്ന് നമുക്ക്, എനിക്ക് തോന്നുന്നു, സാക്ഷ്യത്തിലേക്ക് പോകാൻ സമയമുണ്ടോ എന്നറിയില്ല. കൊച്ചു വല്ല സാക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ എടുത്തോ. അപ്പോൾ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പ്രാർത്ഥിക്കും. കൊച്ചു സാക്ഷിയുണ്ടോ? അതെ, കൊച്ചു സാക്ഷിയൊന്നും വലിയ സാക്ഷി. പത്തനംതിട്ടയിൽ നിന്നും ലീഡിയ എന്ന് പറഞ്ഞ സഹോദരി അയച്ചിരിക്കുന്നത്, തൻ്റെ അമ്മയ്ക്ക് 3 വർഷമായിട്ട് പൈൽസിന്റെ ബുദ്ധിമുട്ട് വളരെ കൂടിയിരിക്കുകയായിരുന്നു. ഒത്തിരി പേർക്ക് പൈൽസ് ഉണ്ടല്ലോ. അങ്ങനെ മിക്കവാറും ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഇത് വളരെ വർദ്ധിക്കും. ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ, വയറിലെ എരിച്ചിലും അതിൻ്റെ അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ ടോയ്ലറ്റിൽ പോകുമ്പോഴെല്ലാം വളരെ വേദനയായിരുന്നു. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദിവസം, എനിക്കൊന്ന് പ്രെയർ ഡേയിലാണെന്ന് തോന്നുന്നു, ബ്രദർ പ്രാർത്ഥിച്ച സമയത്ത് പൈൽസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സമയത്ത് അമ്മയ്ക്ക് വലിയൊരു സൗഖ്യം കിട്ടി. അവരെ തിരിച്ചറിയാൻ കാരണം, ഇപ്പോൾ ഏത് ഭക്ഷണം കഴിച്ചാലും എരിച്ചിലോ അതിന്റെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ടോയ്ലറ്റ് പോകുമ്പോൾ സ്ഥിരമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളില്ല. കംപ്ലീറ്റ്ലി ഹീൽഡായി. ലോങ് ആയിട്ടൊന്നും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ഇങ്ങോട്ട് കൈനീട്ടിയേ, ഈ സ്ക്രീനിലോട്ടൊന്ന് കൈനീട്ടി പിടിച്ചു. എല്ലാവരും ഒന്ന് കൈനീട്ടി പിടിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ 3 ദൈവദാസന്മാർ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. സൗഖ്യമാകട്ടെ. പൈൽസ് മാത്രമല്ല, ഏത് രോഗം സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ഒരു വലിയ സൗഖ്യം കർത്താവേ നീ ഇപ്പോൾ കൽപ്പിച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് 10 മണിക്ക് നമുക്ക് മിറക്കിൾ സർവീസ് ഉണ്ട്. ഒരുപക്ഷെ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹീലിംഗ്. നാളെ എന്ന് വെച്ചാൽ നാളെ വെള്ളിയാഴ്ച വൈകിട്ട് സൂം മീറ്റിംഗ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇതിന് ശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ ടൈപ്പ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കുക.